മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൽ ഉത്തമമായ മാതൃകയാകുകയാണ് ഇറാൻ. ഹിജാബ് നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനായി ഇറാനിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ യുഎന്നിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൂടാതെ മുഖം തിരിച്ചറിയാനുള്ള ആപ്പ് ഉൾപ്പെടെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് നിയമം ലംഘിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ മറ്റ് ക്രമീകരണങ്ങൾക്കോ അല്ല നഗരങ്ങളിലൂടെ ഡ്രോണുകൾ റോന്തു ചുറ്റുന്നതെന്നും കർശനമായ വസ്ത്രധാരണ നിയമങ്ങൾ പാലിക്കാത്ത സ്ത്രീകളെ കണ്ടെത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട് എതിർപ്പുകൾ അടിച്ചമർത്താൻ ഇറാൻ എങ്ങനെയാണ് കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചത് എന്ന് UN റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ റിപ്പോർട്ട് ചെയ്യാൻ പോലീസിനെയും സാധാരണക്കാരെയും പ്രാപ്തരാക്കുന്ന ഈ ശ്രമത്തിന്റെ ഒരു പ്രധാന ഘടകം സ്ഥലം, നിയമലംഘന സമയം എന്നിവ സമർപ്പിക്കാൻ ആപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. അതിനുശേഷം അധികാരികളെ അറിയിക്കും. തുടർന്ന് ആപ്പ് വാഹനത്തെ ഒരു ഓൺലൈൻ സിസ്റ്റത്തിൽ ഫ്ലാഗ് ചെയ്യുകയും പോലീസിനെ അറിയിക്കുകയും വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് സന്ദേശം അയക്കുകയും ലംഘനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ആവർത്തിച്ചിട്ടുള്ള നിയമലംഘനങ്ങൾ വാഹനം കണ്ടുകെട്ടുന്നതിലേക്ക് നയിച്ചേക്കും എന്നാണ് സന്ദേശത്തിൽ വ്യക്തമാകുന്നത്. ആപ്പിന് പുറമെ ഹിജാബ് നിയമം പാലിക്കുന്നത് നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഇറാൻ സർക്കാർ ടെഹ്റാനിലും തെക്കൻ പ്രദേശങ്ങളിലും ആകാശ ഡ്രോണുകൾ വിന്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വസ്ത്രധാരണ രീതി പാലിക്കാത്ത വിദ്യാർത്ഥിനികളെ കണ്ടെത്തുന്നതിനു വേണ്ടി 2024 തുടക്കത്തിൽ അമീർ കബീർ സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ മുഖം തിരിച്ചറിയൽ സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. ഇറാനിയൻ പോലീസ് വെബ്സൈറ്റ് വഴി ആപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുമത്രേ. വെബ്സൈറ്റ് വഴി 2024 സെപ്റ്റംബറിൽ ആപ്പിന്റെ നിയന്ത്രണം വിപുലീകരിച്ചതായി UNന്റെ റിപ്പോർട്ടിലുണ്ട്. ആംബുലൻസുകൾ, ടാക്സികൾ, പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യം വെച്ചിട്ടാണ് ആപ്പ് പതിവായി ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇറാനിലെ ഹിജാബ് നിയമങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളുടെയും പരാതികളുടെയും പശ്ചാത്തലത്തിലാണ് UN റിപ്പോർട്ട് പുറത്തുവരുന്നത്. 2022 സദാചാര പോലീസിന്റെ കസ്റ്റഡിയിൽ 22കാരിയായ മഹ്സാമിനി മരിച്ചതിനെ തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തുടർന്നുണ്ടായ അടിച്ചമർത്തലിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി UNന്റെ കണക്കുണ്ടായിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ കണ്ണോടിച്ചാൽ ഇസ്ലാം സ്ത്രീകളുടെ നരകമാണ് എന്ന് മനസ്സിലാവും. ഇസ്ലാം സ്ത്രീകളുടെ ശവപ്പറമ്പാണ് എന്ന് മനസ്സിലാവും. ആ ശ്മശാനത്തിൽ ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന ശവങ്ങളാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് ബോധ്യപ്പെടും. ഒരു കഷ്ണം തുണിയുടെ പേരിൽ, കുറച്ച് തലമുടി പുറത്ത് കണ്ടുപോയി എന്നതിന്റെ പേരിൽ മത പോലീസിന്റെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് മൂക്കും മുടിയും ഛേദിക്കപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി, അവളാണ് മഹ്സാമിനി എന്ന 22കാരി. ആ വേദനയിൽ ഇറാനിലെ മുഴുവൻ ജനങ്ങളും നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചു. 1 വർഷത്തിലധികം ആ രാജ്യത്തെ മതനിയമം പാലിക്കാത്തതിന്റെ പേരിൽ അവൾ അത്തരം ഒരു ശിക്ഷ അനുഭവിക്കേണ്ടവളാണ് എന്ന് തോന്നുന്ന മുസ്ലിം തീവ്രവാദികളോട്, മനുഷ്യത്വരഹിതമായ ഈ മതജീവികളോട് ഒന്നും പറയാനില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്തെ മതേതരത്വം അനുഭവിക്കുന്ന ആളുകൾക്ക് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രാകൃത നിയമങ്ങൾ തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലും വേണ്ടത് എന്ന് വാദിക്കുന്ന അഫ്ഗാനിലെ താലിബാനികളെ പോലെയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതെങ്കിൽ അതാണ് ഈ കാലഘട്ടത്തിലും വേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളോട് അങ്ങോട്ട് പോകാൻ ഞാൻ പറയുന്നില്ല. സ്വന്തം മക്കൾ പ്രണയക്കെണിയിലകപ്പെട്ട് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞതിന് ശേഷം അവിടെ കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുമ്പോൾ കാമുകന്റെ വീട്ടിൽ കാമുകന്റെ കരങ്ങളാലോ അവരുടെ മാനസിക പീഡനങ്ങളാലോ കൊല്ലപ്പെടുകയോ ഫാനിൽ തൂങ്ങി ആടുകയോ 35 കഷ്ണങ്ങളായി ഫ്രിഡ്ജിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് നീറിപ്പുകയുന്നില്ലെങ്കിൽ എന്തു പറയാൻ? മതനിയമങ്ങൾ വലിച്ചെറിഞ്ഞ് ആധുനിക വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ ജോലിയും സമ്പത്തും പേരും പ്രശസ്തിയും സ്വന്തമാക്കി കാണുമ്പോൾ ചില ആളുകൾക്ക് കുരുക്കൾ പൊട്ടുന്നുണ്ടെങ്കിൽ
അതല്ലെങ്കിൽ ഹിജാബിട്ട 19കാരിയാണ് പൈലറ്റ് ആകുന്നത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇത് മതം കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് പറയാനാണ് നിങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നതെങ്കിൽ ആ മത നിയമം വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് ആ പെൺകുട്ടി ആ ഉയരങ്ങളിൽ എത്തിയത് എന്ന് പറയാൻ എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടാകും. ദി അഡാർ ലവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട്, ആ പെണ്ണ് പാർവതി നമ്പ്യാരോ, ആ പെൺകുട്ടി പാർവതി വാര്യര, ആ പെൺകുട്ടി ഒന്ന് കണ്ണടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സീന് കാണുമ്പോൾ അയ്യോ എൻ്റെ പ്രവാചകന്റെ ഭാര്യയായ ഖദീജയാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത് എന്ന് തോന്നുന്നെങ്കിൽ ഒന്നും പറയാനില്ല. ആ സിനിമയിലെ സീൻ കാണുമ്പോൾ പ്രവാചകനെ പ്രേമിച്ച ഖദീജയെയും ഖദീജയെ പ്രേമിച്ച മുഹമ്മദിനെയുമാണ് ആ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ മാണിക്യമലരായ പൂവി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ദുരനുഭവം, ഒരു 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 നീറിപ്പുകയിൽ ഒരു കല്ലുകടി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല, സോഫ്റ്റ്വെയറിന്റെ കുറ്റമാണ്. 3.5 വയസ്സ് മുതൽ നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ആ മതം എന്ന സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. നൂറ്റാണ്ടേറെ മാറിപ്പോയി. സ്വന്തം സമുദായക്കാരുടെ വേദനയിൽ പങ്കുചേരാനും അന്യമതക്കാരൻ അത് വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് ഇവർക്ക് എന്ന് ഹമാസിന്റെ വിഷയവും താലിബാനികളുടെ വിഷയവും വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. തലച്ചോറിൽ 3 വയസ്സ് മുതൽ മദ്രസകളിൽ നിന്നും നിർബന്ധിപ്പിച്ച് തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്ന ആ മതവിശ്വമുണ്ടല്ലോ, ഓരോ മണിക്കൂറിലും ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സാഹചര്യങ്ങൾക്കനുസൃതമായി അങ്ങനെ ഇൻജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, ഇൻക്രീസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെതാണ് ആ പ്രശ്നം. ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഭയമാണ് പലർക്കും. കാരണം നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന 6-ാം നൂറ്റാണ്ടിന്റെ ആ തീവ്രവാദ ഉണ്ടല്ലോ, ആ തീവ്രവാദം, മതത്തിലുള്ള എല്ലാവരും തീവ്രവാദികളാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ മതത്തിനകത്തുള്ള തീവ്രവാദം, പെണ്ണിട കലരരുത്, പെണ്ണ് പുറത്തിറങ്ങരുത്, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ദിക്റും സ്വലാത്തും ചൊല്ലി വീടിന്റെ മൂലക്കിരിക്കണം, അവർ മണാലിയിൽ പോയി മഞ്ഞു വരേണ്ടവരല്ല. പൊതുസമൂഹം, മുസ്ലിം പൊതുസമൂഹം അവരെ ഒരു കൃഷിയിടമാണ് കാണുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ മനോഭാവത്തിന് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുന്നു. 1979 മുതൽ മരണം വരെ ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായി സേവനമനുഷ്ഠിച്ച ഒരു ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവകാരിയും രാഷ്ട്രീയക്കാരനും മത നേതാവുമായിരുന്നു ആയത്തുള്ള റൂഹുല്ല ഖൊമേനി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനും ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ പുറത്താക്കുകയും ഇറാനിയൻ രാജവാഴ്ച അവസാനിപ്പിക്കുകയും ചെയ്ത ഇറാനിയൻ വിപ്ലവത്തിന്റെ നേതാവും ഇദ്ദേഹമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ നമുക്കറിയാം, ലോക ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഇടം നേടിക്കൊടുത്ത ഒരു നോവലിസ്റ്റ് സൽമാൻ റുഷ്ദി, അദ്ദേഹത്തെ കൊലപ്പെടുത്താനും അമേരിക്കയെ വലിയ സാത്താൻ എന്നും സോവിയറ്റ് യൂണിയനെ ചെറിയ സാത്താൻ എന്നും പരാമർശിച്ചതിന് അദ്ദേഹത്തിന്റെ മതവിധി എന്തായിരുന്നെന്ന് നമുക്കറിയുന്നതാണ്. ഈ വിപ്ലവത്തെ തുടർന്ന് ഖൊമേനി രാജ്യത്തിന്റെ ആദ്യത്തെ പരമോന്നത നേതാവായി മാറുകയാണ്. 1980 മുതൽ 1988 വരെ അദ്ദേഹം ഭരണം കൈയാളി. പിന്നീട് ഈ 80-88 കാലഘട്ടത്തിലെ ഇറാൻ ഇറാഖ് യുദ്ധമാണ് അദ്ദേഹത്തിന്റെ 1ാം ഭരണത്തിന്റെ ഭൂരിഭാഗവും ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി 1989 ജൂൺ 4-ാം തീയതി അലി ഖൊമേനി അധികാരമേൽക്കുന്നു. 3 പതിറ്റാണ്ടിലേറെയായി ഇറാൻ ഭരിക്കുന്ന നിലവിലെ ദീർഘകാല പരമോന്നത നേതാവാണ് അലി ഖൊമേനി. ലിംഗനീതി സൂചികയിൽ 146 രാജ്യങ്ങളിൽ 143-ാം സ്ഥാനമുള്ള രാജ്യമാണ് ഇസ്ലാമിക രാജ്യമായ ഇസ്ലാമിക് റവല്യൂഷണറി രാജ്യം ഇറാൻ. ശിരോവസ്ത്രം നേരാവണ്ണം ധരിച്ചില്ല എന്ന് ആരോപിച്ച് മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്ത 22കാരിയായ മഹ്സാമിനി കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം ആരംഭിക്കുന്നു. നർഗേസ് മുഹമ്മദി ഇസ്ലാമിക ഭരണമുള്ള ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണവർ. വധശിക്ഷയ്ക്ക് വിധേയമായി. എന്തിനാ? മഹ്സാമിനിയുടെ കൊലപാതകത്തിനും ഹിജാബിനും എതിരെയുള്ള സ്ത്രീ ശബ്ദം ഉയർന്നതിന്റെ പേരിൽ ശരീഅത്ത് കോടതി 31 വർഷം അവരെ ജയിലിലിട്ടു. അഴിക്കപ്പുറത്തേക്ക് പ്രതിധ്വനി സൃഷ്ടിച്ച ആ പെൺശബ്ദം ഇസ്ലാമിക മതഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തി. ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ സ്ഥാപക ഷിറിൻ ഇബാദി 2003 സമാധാന നോബൽ ജേതാവ്, അവരുടെ സംഘടനയിലെ പ്രവർത്തക, സമാധാന നോബൽ കിട്ടുന്ന 19ാമത്തെ വനിത, മനസാക്ഷിയും ഉൾക്കരുത്തുമുള്ള വനിത എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ വിശേഷിപ്പിച്ചവർ. നർഗീസിന് നോബൽ സമ്മാനം ലഭിച്ചത് മനുഷ്യരുടെ ആഘോഷ ദിനം കൂടിയായിരുന്നു. അങ്ങനെ തൊഹാനി എവിടെ പോയി? നർഗീസ് മുഹമ്മദി എവിടെ പോയി? ഇസ്ലാമിക രാജ്യത്ത് പോലും
ആ ഹിജാബ് എന്ന കിരാതമായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തിനെതിരെ ശബ്ദിക്കാൻ വാൾമുനയ്ക്ക് മുമ്പിൽ നിന്ന് ഈ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അത്തരം കാടൻ നിയമങ്ങളൊന്നും മുസ്ലിം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വരല്ലേ. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തിറങ്ങുന്നു. നന്ദി.